നമസ്കാരം. അങ്ങനെ 2024 നമ്മളോട് വിട പറയാൻ ഒരുങ്ങുകയാണ്. അടുത്ത വർഷം, അതായത് 2025, വളരെയധികം നേട്ടങ്ങളുടെയും സന്തോഷങ്ങളുടെയും ഒരു വർഷമായി തീരുന്നതിലേക്ക് ഈ കഴിഞ്ഞ വർഷത്തെ അനുഭവങ്ങളെ നാം ഒന്ന് വിലയിരുത്തുന്നത് വളരെ നന്നായിരിക്കും. എല്ലാ വർഷത്തെയും പോലെ നല്ലതും ചീത്തയുമായ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് 2024 ഉണ്ടായിട്ടുണ്ടാകാം. സന്തോഷവും ദുഃഖവും നിരാശയും പ്രതീക്ഷയും എല്ലാം അതിൽ ഉൾപ്പെടുന്നു. അതിൽ നമുക്കുണ്ടായ സെറ്റ് ബാക്കുകളെയും നമുക്കുണ്ടായ നേട്ടങ്ങളെയും പരിശോധിക്കുമ്പോൾ നമുക്ക് നേട്ടവും സന്തോഷവും ഉണ്ടാക്കുവാനായി നമുക്ക് വേണ്ടി സമയവും ഊർജവും ചെലവഴിച്ച ഓരോരുത്തരോടും നാം വളരെയധികം നന്ദിയും കടപ്പാടും ഉള്ളവരായിരിക്കണം എന്നതിനോടൊപ്പം നമുക്കുണ്ടായ സെറ്റ് ബാക്കുകൾ എന്തുകൊണ്ടാണ് എന്ന് വളരെ വിശദമായി തന്നെ പരിശോധിച്ച് പോയാൽ വളരെ നന്നാവും. അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ചിലതെല്ലാം നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാരണങ്ങൾ കൊണ്ടായിരുന്നു, ചിലതെല്ലാം നമ്മുടെ നിയന്ത്രണ പരിധിക്ക് അപ്പുറമുള്ള കാരണങ്ങൾ കൊണ്ടായിരുന്നു. ഉദാഹരണത്തിന്, ശാരീരികമായി പെട്ടെന്നുണ്ടായ ഒരു അസുഖം, ഒരു പരിധിവരെ അത് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ഒരു കാര്യമായിരുന്നു. എന്നാൽ ചിലതെല്ലാം നഷ്ടപ്പെട്ടു പോയത് നമ്മുടെ ഉത്തരവാദിത്വം കൂടി ആയിരിക്കാം. അവിടെ ഞാൻ പരിപൂർണനാണ്, എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വീഴ്ചയും സംഭവിക്കാൻ ഇടയില്ല, എൻ്റെ കണക്കൂട്ടലുകളെല്ലാം ശരിയായിട്ടേ പോകുള്ളൂ, എൻ്റെ ഊഹാപോഹങ്ങളെല്ലാം ശരിയായിട്ടേ വരൂ എന്നുള്ള ആ നിലപാടുകളെല്ലാം നമ്മൾ ഈ വർഷാവസാനം മാറ്റിവെക്കേണ്ടതുണ്ട്. ഞാനും ഒരു മനുഷ്യനാണ്, ഞാൻ പരിപൂർണനായ ആളല്ല, എൻ്റെ ചിന്തകളല്ല ഈ ലോകം, പല തെറ്റുകളും തെറ്റിദ്ധാരണകളും എന്നിൽ നിന്നും ഉണ്ടായിട്ടുണ്ടാകാം എന്ന ഉത്തമ ബോധ്യം നമുക്ക് ആവശ്യമുണ്ട്. അതിനെ മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഇനി 2024 അവസാനിക്കാനുള്ള ഈ വരുന്ന ദിവസങ്ങളിൽ. അപ്പോൾ പ്രധാനപ്പെട്ട 2 കാര്യം നാം പറഞ്ഞു വച്ചത് മനസ്സിൽ സൂക്ഷിക്കുക. ഒന്ന്, നമ്മുടെ തെറ്റുകളും ഉണ്ടാകാം നമ്മുടെ പരാജയങ്ങൾക്ക് പിന്നിൽ. 2, നമ്മുടെ വിജയങ്ങൾക്ക് പിന്നിൽ സമയവും ഊർജവും ചെലവാക്കിയവരെ വളരെ നന്ദിയോടെ സ്മരിക്കുക. താങ്ക് യു.